ഗായ്സ് നമ്മൾ ഒരു വലിയ ചലഞ്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മൾ കോളേജിൽ നിന്ന് CET-ന്ന് കന്യാകുമാരി വരെ നടക്കാൻ വേണ്ടി പോവാണ്. 100 കിലോമീറ്റർ ഉണ്ട്, പറ്റുമെന്ന് അറിയത്തില്ല. എന്തായാലും നടക്കാൻ പോവാണ്. ഉമ്മാരൊക്കെ ഉണ്ട്. നമ്മുടെ മൊത്തം 4 പേരാണ് ഉള്ളത്. അപ്പോൾ ഇറങ്ങാൻ പോവാ. ഇപ്പോൾ സമയം എത്രയായി? 3:55 വെള്ളിയാഴ്ച. നാളെ എത്തണം. നാളെ എത്തിയേ പറ്റൂ. അപ്പോൾ എന്തായാലും ഇറങ്ങാൻ ഗൈസ്. വലിയൊരു ബാഗൊക്കെ ഉണ്ട്. നമ്മൾ കോളേജ് വഴി കയറി അപ്പുറത്തെ വഴി ഇറങ്ങാൻ പോവാണ്. ഇവിടെ എന്തൊക്കെയോ പരിപാടിയൊക്കെ ഉണ്ട്. ജാസി ഗിഫ്റ്റ് ഇല്ലേ, പുള്ളിക്കാരൻ നാളെ വൈകിട്ട് വരുന്നുണ്ട്. പക്ഷേ നമ്മളിവിടെ കാണൂല, നമ്മളെപ്പോഴും നടക്കുവാണ്. ഇവൻ എത്തണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആദ്യത്തെ 1 കിലോമീറ്റർ ആയിരിക്കുന്നു. 10-11 മിനിറ്റ് എടുത്തു ആദ്യത്തെ 1 കിലോമീറ്ററിന്. ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല. നമ്മളങ്ങനെ ആക്കുളം ജംഗ്ഷനെത്തി ഹൈവേ കയറി. ഇനി ഈ ഹൈവേ തന്നെയാണ് അങ്ങ് പാറശാല വരെ. മൊത്തം 40 കിലോമീറ്റർ ഹൈവേ കൂടെ തന്നെ പോവാം. ഹൈവേ കൂടെ അല്ല, സൈഡിൽ കൂടെ ഓപ്പോസിറ്റ്. അപ്പോൾ മൊത്തം നമ്മളിപ്പോൾ ഒരു 3.5 കിലോമീറ്റർ ആയിട്ടുണ്ട്. ഇനി ബാക്കി 96.5 കിലോമീറ്റർ. നമ്മൾ നടന്നിട്ട് 5 കിലോമീറ്ററായി. ഇതാ ലുലു മാൾ എത്തിയിരിക്കുന്നു. എടാ, ഇതാണ് നമ്മുടെ ട്രിവാൻഡ്രം ലുലു മാൾ. ഇത് വരിപ്പ് വരെ. ഇനി ബാക്കി 95 കിലോമീറ്റർ ബാക്കി പോവാം. ഗൈസ്, സൈൻ ബോർഡ് കന്യാകുമാരി 96 കിലോമീറ്റർ സ്ട്രെയിറ്റ്. ഗൈസ്, നമ്മൾ കുറച്ച് പേര് ഓടി നോക്കി. എനിക്ക് വയ്യ. ഈ ബാഗിനകത്ത് വെയിറ്റ് സാധനങ്ങളും പിന്നെ എല്ലാം കിടന്ന് കുലുങ്ങുന്നു. പോക്കറ്റ് പവർ ബാങ്കും ഒരു രക്ഷയില്ല. അടുത്ത ബോർഡ് കണ്ടിരിക്കുന്നു. ഇതാ കന്യാകുമാരി 90 കിലോമീറ്റേഴ്സ്. പക്ഷെ നമ്മൾ അത്ര ദൂരം വന്നോന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഇനി 90 കിലോമീറ്ററൂടെ 10 കിലോമീറ്റർ ഓൾമോസ്റ്റ് കവർ ചെയ്തു. ഓ, ഫൈനലി ഈഞ്ചക്കലെത്തി. ഇത് കണ്ടോ, ഇവിടെ ഫ്ലൈ ഓവർ പണി നടക്കുക. ഇവിടെ ഭയങ്കര തിരക്കല്ലേ. എന്തായാലും നമ്മളിവിടെ വന്നിരുന്നു. ഒരുത്തോടെ ഇരിപ്പുണ്ട്, ഒരുത്ത അപ്പുറത്തിരിപ്പുണ്ട്. ഞാനിവിടെ ഇരിക്കുന്നു. മറ്റേ എന്തോ ഓർഡർ ചെയ്യാൻ പോയി നിൽക്കുന്നു. ചായ വല്ലതും കുടിച്ചിട്ട് ബാക്കി പോകാം. കറക്റ്റ് 10 കിലോമീറ്ററായി. 10.18 കിലോമീറ്ററായി. ഇനി നമുക്ക് ബാക്കി 90 കിലോമീറ്റേഴ്സ്. എന്തെങ്കിലും ചായ കുടിക്കാം. ഇങ്ങനെ എത്ര വട്ടം ചായ കുടിക്കുമോ എന്തോ. രാത്രി ആവുന്നവരെ കുടിക്കാമല്ലോ. ഇപ്പം സമയം എത്രയാടാ? ഐ തിങ്ക് 5:30 നമ്മളെപ്പോഴേ ഇറങ്ങി? 3:40 ഇറങ്ങിയതാ ഗൈസ്. ഇതുവരെ ഇവിടെ എത്തിയുള്ളൂ. 1 മണിക്കൂർ 45 മിനിറ്റ് എടുത്ത് വെറും 10 കിലോമീറ്റർ പോകാനായിട്ട്. ഇത് വിചാരിച്ച പോലെ ഇത് ക്ഷീണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പൊല്യൂഷനെ കാരണം നല്ല ഓക്സിജൻ ഇല്ലാത്ത പ്രശ്നം തോന്നുന്നു. 10 കിലോമീറ്റർ ആയപ്പോൾ തന്നെ ഒരു ഇറിറ്റേഷൻ. സിദ്ധാർത്ഥൻ ഡ്രസ്സ് മാറ്റിയിരിക്കുന്നു. ഞങ്ങളുടെ ഒരു നിക്കറിട്ടു. എന്ത് സമാധാനം കേട്ടോ. നിക്കറിട്ടപ്പോൾ നല്ല സമാധാനമുണ്ട്. എന്ത് തിരക്കാന്ന് നോക്കി ഇവിടെ. ഈ ഫ്ലൈ ഓവർ എന്ന് കഴിയുമ്പോൾ സീനാവും. മൊത്തം തിരക്കൊക്കെ കുറയും, അടിപൊളിയാവും. നമ്മളിവിടെ ട്രിപ്പൊക്കെ വരുന്ന ശ്യാം ചേട്ടൻ്റെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ്റെ സ്ഥലം ഇവിടെയാണ്, ഓഫീസ്. ആളെ വൈകിട്ട് ടാറ്റാ. നമ്മളെ കാത്തില്ല. അല്ല, ഞാനിപ്പോൾ വിളിച്ചപ്പോൾ ഇറങ്ങി വന്നെയാ. പതിനഞ്ച് കിലോമീറ്റർ ആവാറായതേ ഉള്ളൂ. ഇപ്പം തന്നെ നല്ലോണം കാലൊക്കെ പിടിച്ചു തുടങ്ങി. ഇത് നമ്മൾ വിചാരിച്ച എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമേസിങ്. ചെറുതായിട്ട് ഓടാമെന്ന് വിചാരിച്ചു. നടക്കുമ്പോഴും കാല് പിടിക്കുന്നു, ഓടുമ്പോഴും കാല് പിടിക്കുന്നു. പിന്നെ ഓടെ കുറച്ച് സ്പീഡിലെങ്കിലും പോകുമല്ലോ, അതുകൊണ്ട് ഓടാമെന്ന് വിചാരിച്ചു. ഇവിടെ എന്തോ ഉത്സവമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നല്ല ലൈറ്റൊക്കെ ഉണ്ട്. കണ്ടോ. പക്ഷേ നമുക്ക് കയറി നോക്കാൻ സമയമൊന്നുമില്ല. പറഞ്ഞതന്നേ ഉള്ളു. നമ്മുടെ മറ്റേ ടോൾ ഗേറ്റ് എത്താറായി. ആ ടോൾ ഗേറ്റ് നല്ലൊരു ചെക്ക് പോയിൻ്റാണ്. നമുക്ക് അവിടെ ചിലവന്മാർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇവിടെ ഇരിക്കാം. അയ്യോ, വരട്ടെ അവന്മാർ വരട്ടെ. സമയം ഫുള്ള് രാത്രിയായി. ഫുള്ള് ഇരട്ടിയിട്ടുണ്ട് ഇപ്പോൾ സമയമല്ല, ആകാശം. എന്തായാലും ഫുള്ള് ഇരട്ടായി. നമുക്ക് റിഫ്ലക്റ്റർ ഇടണം. അടുത്ത സ്റ്റോപ്പിൽ നിന്ന് ഇടാം. 17 കിലോമീറ്റർ ആയിട്ടുണ്ട്. ഇപ്പം തന്നെ ഞാൻ പറഞ്ഞ പോലെ കാലിൻ്റെ അവിടെയൊക്കെ പിടിക്കുന്നു. വിചാരിച്ചിടത്തിൽ എളുപ്പമല്ല സംഭവം.
എന്തായാലും മാക്സിമം നമുക്ക് പോവാം. അതാ നടക്കുന്നതിൻ്റെ എളുപ്പം ഓടുന്നയാ. നമ്മളിപ്പോൾ ആലോചിക്കുന്നത് ഓരോ മണിക്കൂറിൽ 5 കിലോമീറ്റർ കവർ ചെയ്യണം. അങ്ങനെ ആകുമ്പോൾ വലിയ ടാസ്ക് ഇല്ലാതെ തീർന്നോളും. ഉച്ചയാകുമ്പോഴത്തേക്ക് തീർന്നാളെ. അത് വലിയ കുഴപ്പമില്ല ആക്ച്വലി. നോക്കാം, കുഴപ്പമില്ലല്ലേ, ഇവിടുന്ന് വലിയ കുഴപ്പമില്ല. അതാ നോക്കാം. എന്തായാലും നമ്മൾ കോവളാവാറായി. ഇവിടെ ഒരു കയറ്റം കണ്ടപ്പോൾ നിർത്തിയതാ. ഈ കയറ്റം കയറി കഴിഞ്ഞാൽ ആക്ച്വലി കോവളെത്തും. കയറ്റം ഓടി കയറാൻ വയ്യ, ഓടിക്കഴിഞ്ഞാൽ കാലൊക്കെ പിടിക്കും. ഇപ്പം നടന്നു കയറുമ്പോൾ കയറ്റം അറിയുന്നില്ല വലുതായിട്ടല്ലേ. അതാ മറ്റവന്മാരുടെ നല്ല ബാക്കില്ല. ഇത് കയറ്റം കയറിയിട്ട് അമ്മമാർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇതാ നമ്മൾ കോവളം എത്താറായിരിക്കുന്നു. ഞാൻ താഴെ നിന്ന് അത് തന്നെ പറഞ്ഞു, പക്ഷേ ഇപ്പോഴും കോവളക്കാറായതേ ഉള്ളൂ. നമ്മൾ ആ കയറ്റം കയറിയപ്പോഴത്തേക്ക് ക്ഷീണിച്ച്. നമുക്ക് മറ്റവന്മാർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. അവന്മാർ നല്ല ബാക്കിലാണ്. ഇത് ആ ഹോട്ടലിൽ പോയിട്ട് വെള്ളം നിറയ്ക്കാം. വെസ്റ്റ് ഇടാം, റിഫ്ലക്റ്റീവ് വെസ്റ്റ് ഇടണം. ഇപ്പോൾ ഒന്നും കാണാതെ ഫുള്ള് ഇരുട്ടായി. നമ്മൾ 25 കിലോമീറ്ററായി. അതായത് ഇപ്പോൾ 1/4 ഡിസ്റ്റൻസ് കവർ ചെയ്തിരിക്കുന്നു. ഇനി അടുത്ത കാഞ്ഞിരംകുളം ജംഗ്ഷനിൽ ഫുഡ് കഴിക്കാൻ. അതിന് 7 കിലോമീറ്റർ ഉണ്ട്. കോൺഫിഡൻസ്. ഇനി ജസ്റ്റ് ഇതേ സാധനം 3 പ്രാവശ്യം കൂടെ ചെയ്താൽ മതി. ഇതേ സാധനം 3 പ്രാവശ്യം കൂടെ. 28.2 കിലോമീറ്ററായി. നമ്മൾ കാഞ്ഞിരംകുളം എത്താറായിരിക്കുന്നു. എത്തിയിട്ടില്ല. ഇനി അടുത്തൊരു 2 കിലോമീറ്റർ ആകുമ്പോഴത്തേക്ക് എത്തും. എന്തായാലും അതുവരെ ഓടാം. നമ്മളൊരു ഭംഗിയുള്ള സ്ഥലത്തെത്തി. ഇവിടെ കണ്ടോ, നല്ല പൂവൊക്കെ ഉണ്ട്. ഇതുവരെ നമ്മൾ ഇരുട്ടത്താണ് വന്നുകൊണ്ടിരുന്നത്. ബാക്കിലോട്ട് കണ്ടോ, ഫുള്ള് ഇരുട്ടായിരുന്നു. വന്ന് കുറച്ച് സ്ട്രീറ്റ് ലൈറ്റെങ്കിലും ഉണ്ട്. ഇതാ ജംഗ്ഷൻ ആവാറാവുന്നതിന് സ്ട്രീറ്റ് ലൈറ്റാണെന്ന് തോന്നുന്നു. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ കുറച്ച് ദൂരം ഇനി ഇങ്ങനെ ഉണ്ട്. ഈ പൂവൊക്കെ കാണാൻ രസമല്ലേ. ഇതാ സിദ്ധാർത്ഥ ഓടുന്നു. ഗൈസ്, ഇതാണ് കാഞ്ഞിരംകുളം ജംഗ്ഷൻ. ഇവിടെ എന്തൊക്കെയോ കടയുണ്ട്. എവിടെയെങ്കിലും കയറി എന്തെങ്കിലും ഫുഡ് കഴിക്കാം. ഇടിയപ്പവും കിഴങ്ങേറിയും ദോശയും സാമ്പാറും എന്തൊക്കെയോ കഴിച്ച് എണ്ണം എല്ലാം കൂടെ എത്രയോ 12 13 പക്ഷെ എന്നിട്ടും ഇനിയും വൈറ്റി സ്ഥലമുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ കത്തി തീരുമല്ലേ. അവന്മാർ തിരിച്ചെത്തി. അവന്മാർ ഇതോ ഓടിപ്പോന്നു. അത് കട ഇരുന്നപ്പോൾ കണ്ടയാ ഇതോ പോകുന്നുണ്ടോ. ഇനിയിപ്പോൾ നമുക്ക് അവന്മാർ ഓടിപ്പിടിക്കണം. തൽക്കാലം ഇപ്പോൾ ഓടാൻ വയ്യ, വൈറ്റി ഫുൾ ഇടിയപ്പോൾ. നിർത്തി അമ്മമാർ ഇത്ര ഓടും നിർത്തും. നമ്മളങ്ങനെ വീണ്ടും കൂട്ടുമുട്ടിയിരിക്കുന്നു. ഇനി നമുക്ക് പാറശാല എത്തുമ്പോൾ അടുത്ത റെസ്റ്റ് എടുക്കാം. ഇതാ പിന്നെ ഓടുന്നു. പാറശാലത്ത് ഇനി 10 കിലോമീറ്റർ ഉണ്ട്. ഫുഡ് കഴിച്ച ഉടനെ ഓടും. എല്ലാം കിടന്ന് വയറ്റി കിടന്ന് കുലുങ്ങുക. റിഫ്ലക്ടറിൽ നല്ല തിളക്കമുണ്ട് കേട്ടോ. റെസ്റ്റ് എടുക്കാൻ നിർത്തി. ഇപ്പം 31 എത്രയോ കിലോമീറ്റർ ആയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഒക്കെ അധികം ദൂരം പോയാൽ നമ്മൾ പാറശാല എത്തും. അങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്. നമ്മൾ കുറച്ച് ഓടുന്നു നടക്കുന്നു 50 മീറ്റർ ഓടും, 50 മീറ്റർ നടക്കും. അത്രയില്ല കേട്ടോ. ഒരു 60 മീറ്റർ ഓടും, 30 മീറ്റർ നടക്കും. ആ ഒരു രീതിയിലാണ്. അതെ, ഇതിൻ്റെ ഐഡിയ കണ്ടുപിടിച്ചത് ഷെസാദ്. ഞാൻ അവനെ കാണുന്നുണ്ടോടാ. എന്നുണ്ടോ ദേവന്മാർ പിന്നെ ഓടി തുടങ്ങിയിട്ടുണ്ട്. 38 കിലോമീറ്റർ ആയിരിക്കുന്നു. 38.13 തോണല്ലേ. അതെ, നമ്മൾ റെസ്റ്റ് എടുക്കുവാണ്. സമയം രാത്രി 12 മണിയായിരിക്കുന്നു. നമ്മളിപ്പോഴും നടന്നുകൊണ്ടിരിക്കുവാണ്. പാറശാല ഇതുവരെ എത്തിയിട്ടില്ല. ഇനി എനിക്ക് തോന്നുന്നു 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ എന്തേ ഉള്ളൂ. എഴഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. പാറശാല എത്തിയിട്ട് നമ്മൾ കുറച്ചധികം റെസ്റ്റ് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഗൈസ്, നമ്മളങ്ങനെ ഫൈനലി പാറശാല എത്തിയിരിക്കുന്നു. ഇതാണ് പാറശാല. ചേട്ടാ, ഇതിലേ കൂടി ഇങ്ങനെ നമുക്ക് കയറി പോകണം. ഒന്നും കാണുന്നില്ലല്ലേ? ഉണ്ട്. ഇതാണ്ട് അതിലേ കൂടെ കയറി ഇങ്ങനെ പോകണം നമുക്ക്. കാരണം ഈ ഹൈവേ അല്ലേ, ഇത് അവിടെ തീരുക. അപ്പോൾ അതിലേ കൂടി ഇങ്ങനെ കയറിപ്പോയി അവിടുന്ന് ലെഫ്റ്റ് എടുത്ത് തമിഴ്നാട്ടിലോട്ട് പോകണം. പാറശാല അല്ല ഇത്. പാറശാല എന്ന് പറഞ്ഞാൽ അവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴുള്ള സ്ഥലമാണ്. പക്ഷെ നമ്മളിതിനെ പാറശാല എന്ന് വിളിക്കുന്നു. നമ്മളിവിടെ നിന്ന് റെസ്റ്റ് എടുക്കുവാണ്. സിദ്ധാർത്ഥ്
ഹലോ. നമ്മൾ കിടക്കാൻ വേണ്ടി ഒരു പെട്രോൾ പമ്പ് കണ്ടുപിടിച്ചിരിക്കുന്നു. നല്ല പമ്പ്, പുതിയതാണെന്ന് തോന്നുന്നു. ഇവിടെ ലൈറ്റൊക്കെ ഇട്ട് അലങ്കരിച്ച് വെച്ചേക്കുന്നു. ഉമ്മാരോട് ഇരുന്ന് ഷൂ ഒക്കെ ഊരി കാലിൽ റിലാക്സ് ആക്കുന്നു. അവിടെ 1 മണിക്കൂർ നമ്മളവിടെ ഇരുന്നു. ഇവൻ ആ 1 മണിക്കൂറും കിടന്നുറങ്ങി. ഞാൻ ഫോണിൽ തോന്നിക്കൊണ്ടിരുന്നു. കുറച്ച് നേരം ഉറങ്ങായിരുന്നു, ചുമ്മാ സമയം കളഞ്ഞു. ഇപ്പോൾ കുറേ നേരം ഇരുന്നിട്ട് എണീറ്റപ്പോൾ നല്ലോണം കാലിലെ വേദനയൊക്കെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ, എവിടാ പിടിച്ചേന്ന്. എനിക്കിപ്പോൾ മുട്ടിൻ്റെ ബാക്കിലാണ് ആ എന്തോ വലിയുന്ന സാധനം, ചെറിയ എന്തോ വേദനയുണ്ട്. വേറെ വലിയ വിഷയമൊന്നുമില്ല. കാഫൊക്കെ ഇപ്പോൾ ശരിയായി. പാറശാല കഴിഞ്ഞു, ഓടിക്കൊണ്ടിരിക്കുവാണ്. കുറച്ച് പട്ടികളുണ്ട് റോഡിൽ, വേറെ പ്രശ്നമൊന്നുമില്ല. വേറെ പ്രശ്നമുണ്ട്, കാലിന് വേദനയുണ്ട്. അതാ ഗൈസ്, നമ്മൾ മറ്റേ ജംഗ്ഷനെത്തി. സ്ഥലത്തിൻ്റെ പേരെത്തോ കണിയാപുരോ. നമ്മളവിടെ നിന്നാണ് വന്നത്. ഇങ്ങോട്ട് പോയാലും തമ്പാനൂർ പോകാൻ പറ്റും. ഹൈവേ നിന്ന് വരുമ്പോൾ ഇതിൽ കൂടെ വരുന്നത്. നമുക്കിനി പോകേണ്ടത് ശരിക്കും അങ്ങോട്ടാ. അവന്മാർ വരണം, ശേഷാദും മറ്റവനും ശ്രീലാലും. എൻ്റെയും കാലിൻ്റെ ഇടയ്ക്ക് തൊലി പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഇപ്പോൾ 45 കിലോമീറ്റർ ആയിട്ടുണ്ട്. ഇനി 55 കിലോമീറ്ററും കൂടെ. കേൾക്കുമ്പോൾ തന്നെ ഒരു സുഖമല്ലേ. പക്ഷെ എന്നാലും ഇത്രയും ഇനിയും പോകണ്ടേ. ഇത്രയല്ല, അതിനെക്കാട്ടിയും 10 കിലോമീറ്റർ കൂടുതൽ. ടു മച്ച്. ആലോചിക്കാൻ തന്നെ വയ്യ. എന്തായാലും പോവാം. എപ്പോൾ എത്തുമെന്നോ എങ്ങനെ എത്തുമെന്നോ അറിയത്തില്ല. പോവാം. ചത്ത് ഒരു ചായക്കട കണ്ടുപിടിച്ചു. ചായക്കട കണ്ടു, അവിടെ നിർത്തി. ഹൈ ടീ എന്തൊക്കെയോ കടിയൊക്കെ ഉണ്ട്. ചായയും കോഫിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാം, എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കാം. ഇനി 55 കിലോമീറ്റർ ഉണ്ടല്ലോ അങ്ങോട്ട്. അയ്യോ, ഞാനൊരു കോഫി പറഞ്ഞു ഗൈസ്. ഒരു സുഖിയനെ എടുത്തു. എന്തിനാണെന്ന് അറിയത്തില്ല, ഇവിടെ കുറേ ലോട്ടറി കട. ഇപ്പോൾ തന്നെ ഇതിപ്പോൾ ഒരു 10ാമത്തെ ലോട്ടറി കടയാണ്. ഈ ലോട്ടറി കട നിങ്ങൾ രാത്രി തുറന്നു വെക്കുന്നേ കണ്ടോ. നമ്മൾ ഒരു കടക്കാരൻ്റെ അടുത്ത് ചോദിച്ച് എന്ത് സംഭവമെന്ന്. ഇങ്ങനെ കട തുറന്ന് വെച്ചേക്കുന്നത്, ഇങ്ങനെ തുറന്ന് വെച്ചേക്കുന്നത്. അപ്പോൾ പുള്ളി പറഞ്ഞേ, ഈ കേരള തമിഴ്നാട് ബോർഡറാണല്ലോ ഇത്. അപ്പോൾ ഇവിടെ കുറേ വിറ്റുവാൻ ചാൻസ് ഉണ്ട്. ഈ വരുന്ന ലോറിക്കാരൊക്കെ ഇവിടെ നിർത്തി എടുക്കും. അങ്ങനെ ഇവിടെ നിർത്തി എടുത്തവർ അടിച്ച് കഴിയുമ്പോൾ അവരുടെ കൂട്ടുകാരെടുത്ത് പറയും ഇവിടുന്ന് എടുത്തേ, എന്നിട്ട് അവരിവിടെ നിന്ന് എടുക്കും. അങ്ങനെ ഇവിടെ നല്ല കച്ചവടം നടക്കാറുണ്ടെന്ന് അവർ പറയുന്നത്. പക്ഷേ ഇതിന് മാത്രം മിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇത് എത്ര കടയായത് ഈ രാത്രിയിൽ. ഇപ്പോൾ സമയം 3 മണി, 3:30, രാവിലെ 3:30. ഈ സമയത്തെല്ലാം തുറന്ന് വെച്ചേക്കുക. പക്ഷേ ഇഷ്ടംപോലെ ലോറി വരുന്നുണ്ട് കണ്ടോ. ലോറിയും ട്രക്കും ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഗൈസ്, നമ്മൾ AC-ക്കകത്ത് റെസ്റ്റ് എടുക്കുന്നു. AC അല്ല, സോറി, AC-ക്കകത്തല്ല, ATM-നകത്ത്. ഏതോ ഒരു ATM. ഏത് ATM? ഇതിനകത്തോലും ഭയങ്കര പൊടിയാണ്. അതാ കോമഡി ഉണ്ടോ, ഫുള്ള് പൊടിയാണ് ATM-നകത്ത്. ഗൈസ്, ഫൈനലി നമ്മളങ്ങനെ 50 കിലോമീറ്റർ ആയിരിക്കുന്നു. അതായത് പകുതി ദൂരമായി ഗൈസ്. പക്ഷേ ഇനി ഒരു പകുതി കൂടെ പോകണ്ടേ. ഇപ്പം തന്നെ വയ്യ. അത് കണ്ടോ, ബോർഡ് കണ്ടോ, തെങ്കപ്പട്ടണം കന്യാകുമാരി സ്ട്രെയിറ്റ്. അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ്. നമ്മൾ ഓൾമോസ്റ്റ് 12 മണിക്കൂർ എടുത്ത് പകുതി ദൂരം എത്താൻ. ഇത് നമ്മൾ നേരത്തെ കണ്ട ബോർഡാണ് ഇത്. ഇവിടെ തന്നെ ഇരിക്കുക. അപ്പുറത്ത് ഒരു ബസ് സ്റ്റാൻഡുണ്ട്, ഇവിടെ ഒരു ബസ് സ്റ്റാൻഡുണ്ട്. ഇനി ഒറ്റ സ്ട്രെച്ചിന് 3 കിലോമീറ്റർ ഈ പാലത്തിൽ കൂടെ പോയാൽ പറ്റൂ. അത് കഴിഞ്ഞ് അപ്പുറത്തിറങ്ങാം, എന്നിട്ട് റെസ്റ്റ് എടുക്കാം. ഇതുണ്ടോ വീതി കുറയുന്നുണ്ടോ? ഈ ഭാഗത്ത് മാത്രമേ വീതിയുണ്ട്, അപ്പുറത്തെ അത്രേ ഉള്ളൂ. ജസ്റ്റ് 2 ട്രക്കിന് കഷ്ടിച്ചിരിക്കാം. എന്നെ ഇപ്പം തന്നെ 2-3 ട്രക്കൊക്കെ ഇങ്ങനെ ജസ്റ്റ് മിസ്സിന്, ഒരു ട്രക്കിന് ഓവർടേക്ക് അടുത്ത ട്രക്ക് വരും. നമ്മൾ ഇപ്പുറത്തൂടെ പോകുന്നത്, എന്നിട്ടും ജസ്റ്റ് മിസ്സിനൊക്കെയാണ് പോകുന്നത്. 1 കിലോമീറ്റർ കൂടി പാലമുണ്ട്. നമുക്ക് പോവാം. നമ്മളെല്ലാവരും വീണ്ടും ഒന്നിച്ച് വന്നിരിക്കുന്നു. ഞങ്ങൾ അവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്തു.
ശേഷാത്ത് ബാക്കി അപ്പോൾ ഗൈസ് നമ്മൾ നടന്ന് നേരെ വെളുപ്പിച്ചു ഗൈസ്. ഇത് ആകാശത്തിനൊക്കെ കളർ വന്നിരിക്കുന്നു. കറുത്തിരുന്ന ആകാശം ഇതേത് കളറാ? ഏതോ ഒരു കളറായി. ഓ നമ്മളിപ്പോൾ നടന്നു തുടങ്ങിയിട്ട് ഏകദേശം 4 മണിക്ക് തുടങ്ങിയതാണ് വൈകിട്ട്. ഇപ്പോൾ അടുത്ത ദിവസം 6 മണിയായി രാവിലെ. 12ഉം 2ഉം 14 മണിക്കൂറായി. ഓ മേഘം കണ്ടോ? ഇത്ര നേരം മേഘം പോലും കാണാനില്ലായിരുന്നു. ഇപ്പം സൂര്യ ഉദിച്ച് വരുന്നതിൻ്റെ കാണാനുണ്ട്. ആ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് സൂര്യ ഉദിച്ച് വരുന്നത്. ഹലോ 58.5. പിന്നെ അല്ല ആ ഉറക്കം വരുന്നു ഗൈസ്. നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് റെസ്റ്റ് എടുത്ത് എന്നിട്ട് പിന്നെ ഇറങ്ങി. ഇപ്പോൾ 61 കിലോമീറ്ററായി. ശരിക്കും നല്ലോണം ഉറക്കം വരുന്നു. ഇപ്പോൾ 7:15 രാവിലെ സമയം. പക്ഷെ ഉറങ്ങാൻ പറ്റത്തില്ല. ഒരു നടക്കാം. പിന്നെ എനിക്ക് കാലിൻ്റെ അടിഭാഗം നല്ലോണം വേദനിക്കുന്നു. അതെന്തെന്ന് അറിയത്തില്ല. അവിടെ ഇരിക്കുന്നതിന് മുന്നേ ഉണ്ടായിരുന്നു. കുറച്ച് നേരം പോയി. ഇപ്പോൾ പിന്നെ വന്നു ഗൈസ്. 62 കിലോമീറ്ററായി. ഇവൻ്റെ അലാറം അടിക്കുന്നു രാവിലെ എണീക്കാനുള്ളത്. സമയം എത്ര? 7:30. സമയം 7:30. നമ്മൾ ചായ കുടിക്കാൻ കയറുവാണ്. അവിടെ തന്നെ ഞാൻ നേരത്തെ വീഡിയോ എടുത്തത് അവിടെ നിന്നിട്ടാ. അറ്റ്ലീസ്റ്റ് ഒരു ചായയെങ്കിലും കുടിക്കാം. അമ്മേ നേരത്തെ ബൂസ്റ്റ് വാങ്ങിച്ച് ഞാൻ വട നിന്ന് തീരാറായി. വടയും ഒരു ചായയും. ഫൈനലി നമ്മൾ വീണ്ടും ഒന്നിച്ചിരിക്കുന്നു. അതിനിടയ്ക്ക് ഒരു സംഭവമൊക്കെ നടന്ന് അതാ എല്ലാവരും ഉണ്ട്. ഇടയ്ക്കുള്ള സംഭവം ഞാൻ പറയാം. ഞാൻ ഫോണിൻ്റെ ഇതിൻ്റെ അഡാപ്റ്റർ നേരത്തെ ഒരു പെട്രോൾ പമ്പ് ചെയ്യുന്നപ്പോൾ അവിടെ അങ്ങ് വെച്ച് മറന്നുപോയി. പിന്നെ ഇപ്പം ഞാൻ ലിഫ്റ്റ് അടിച്ച് പോയി അതെടുത്തിട്ട് തിരിച്ചു വന്നു. ഇവിടെ ആൾക്കാർക്ക് ഭയങ്കര ഹെൽപ്പിംഗ് മെൻ്റ് ഇല്ല കേട്ടോ. ഫസ്റ്റ് ഞാൻ ഒരാൾ ലിഫ്റ്റ് കാണിച്ച് എളുപ്പത്തിന് നിർത്തി. എന്നിട്ട് അയാൾ വളയാൻ പോകാന്ന് പറയുമ്പോൾ അടുത്ത ആൾ ലിഫ്റ്റ് വന്ന്. പിന്നെ പെട്രോൾ പമ്പിൽ ചെന്നപ്പോൾ തന്നെ ഒരാളോട് ഞാൻ ചോദിച്ചാൽ എങ്ങോട്ടാണ് പോകുന്നത്. അയാൾ പറഞ്ഞു ഇങ്ങോട്ടാണ് പോകുന്നത്. അയാളുടെ ബാക്കി കയറി നേരെ ഇവിടെ എത്തി. സോ ഫാസ്റ്റ്. സ്ട്രാവ ആപ്പ് ഓഫാക്കി ഇപ്പോൾ ഓണാക്കി കേട്ടോ. നമ്മൾ ഇനിയും 35 കിലോമീറ്റർ പോകാനുണ്ട്. ഓ വെയിലായതുകൊണ്ട് തന്നെ ഞങ്ങൾ സാധനമൊക്കെ എടുത്തിട്ടു. ഞാൻ തൊപ്പി വെച്ചു, സ്ലീവ്സ് ഇട്ടു. ഇത് വേണമെങ്കിൽ കയറ്റി വെക്കാം. ചുമ്മാ ഓരോന്നൊക്കെ വലിച്ച് കയറ്റി. അണ്ണൻ സൺസ്ക്രീൻ ഇട്ടു ഗൈസ്. കണ്ട് എടാ വൃത്തിക്ക് കാണുന്നില്ല. വെള്ളം കാണുന്നില്ല. ഇല്ല അത് കാണൂല. ക്യാമറ കാണൂല. അല്ല ഇവൻ കൊണ്ടുവന്നേ ഗൈസ്. ഇവൻ്റെ ഏത് അഴുക്ക് കണ്ടോ? എൻ്റെ അമ്മേ. അല്ല നമ്മളെല്ലായിടത്തും പോയി ഇരുന്നിട്ടാണ് എൻ്റെ ദേഹത്ത് ഇതുപോലെ അഴുക്ക് കാണും. തിരുവനന്തപുരം ഇങ്ങനെ ബസ് പോകുന്ന കാണുമ്പോഴാണ് കൊതിയാവുന്നു. നമ്മൾ എത്ര ബസ് ആണെന്നറിയോ? ഓരോ 5 മിനിറ്റ് കൂടുമ്പോൾ ബസ്സുണ്ട്. ഇങ്ങനെ ഫ്രണ്ടിൽ കൂടെ വന്ന് ഫ്രണ്ടിൽ നിർത്തി അതൊക്കെ എടുത്തോണ്ടു. നീ ഉദ്ദേശിച്ചിട്ടുണ്ടോ? ഇവൻ്റെ കാണുന്നില്ലേ? ഇവൻ്റെ പിന്നെ കാണാം. ഇനി നാഗർകോവിൽ എത്താൻ എത്ര ദൂരമാണെന്ന് ചോദിച്ചാൽ കറക്റ്റ് അറിയത്തില്ല. പക്ഷേ കന്യാകുമാരി എത്താൻ 33 കിലോമീറ്റർ കാണുന്നുണ്ട്. കാല് നല്ല സീനാണ്. ആക്ച്വലി എല്ലാവരുടെയും കാല് നല്ല സീനാണ്. എൻ്റെ ഈ പാദത്തിൽ ഇവിടെ നല്ല വേദനയാണ്. നമ്മൾ നടന്ന് 68 കിലോമീറ്ററായി. ഇനി 32 കിലോമീറ്റർ കൂടെ. അതുകൊണ്ടോ 31 കാണും. സംഭവം നമ്മൾ തണ്ണിമത്തൻ ജ്യൂസ് കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. തണ്ണിമത്തൻ ജ്യൂസ് കണ്ണപ്പം നിർത്തി. അവിടെ വെച്ചിട്ടുണ്ട്. പുള്ളി ഐസ് ഇട്ടിട്ട് തരാമെന്ന് പറഞ്ഞ്. ഇനി അപ്പോൾ 30-31 കിലോമീറ്റർ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾ ഇത്ര വന്നില്ലേ. ഇവിടെ കിടന്നു. സൺസ്ക്രീൻ എടാ ഒന്ന് കാണിക്ക്. ഒന്ന് കാണുന്നില്ല കേട്ടോ. നമ്മളങ്ങനെ തണ്ണിമത്തനെ കുടിച്ചു. കണ്ടോ മഞ്ഞ ഉണ്ട് ചുവപ്പുണ്ട്. രണ്ട് നൈസാണ്. മഞ്ഞയ്ക്ക് 30, മറ്റേ 20. അപ്പോൾ നമുക്ക് ബാക്കി പോവാം. അവിടെ കിടന്ന് കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് നമ്മളങ്ങനെ കറക്റ്റ് 70 കിലോമീറ്റർ ആയിരിക്കുന്നു ഗൈസ്. വെയിൽ കാരണം തണലത്ത് കയറി ഇരുന്നയാ. എന്തോ ഒരു മരത്തിന് തണല് കിട്ടി. വെയിൽ നോക്കിയേ. എൻ്റെ അമ്മച്ചി ആ വാഴയ്ക്ക് ഇപ്പോൾ കരിഞ്ഞു വരും.
71 കിലോമീറ്ററായി. അയ്യോ, ഇപ്പോൾ ഓരോ കിലോമീറ്റർ അറിയുന്നുണ്ട്. എൻ്റെ അമ്മീ, എൻ്റെ കാലിൻ്റെ അടിഭാഗം പോയി. വലത്തെ സൈഡിലെ എന്തോ സാധനം വലിഞ്ഞിരിക്കുക. അണ്ണനെ കിട്ടി ഗൈസ്. വെയിലും കാലുവേദനയും ഒരു രക്ഷയില്ല. അയ്യോ അയ്യോ, എൻ്റെ ഈ കാലിൻ്റെ ഇപ്പുറത്തെ ഭാഗം തൊടാൻ പറ്റുന്നില്ല തറയിൽ. അയ്യോ, എൻ്റെ മുട്ട് പോയി ഗൈസ്, മുട്ട് പോയി. അത് ശരിക്കും ഓടേണ്ടി പോവാ ഗൈസ്. നമ്മൾ പിന്നെ ഓടി തുടങ്ങി. കാലൊന്നും ഒട്ടും വയ്യ, എന്നാലും ഓടുവാണ്. കാലിൻ്റെ അവസ്ഥ മോനെ. 72 കിലോമീറ്ററായി. ശേഷാത് വരട്ടെ, നമ്മൾ കുറച്ച് ദൂരം ഓടി. ഇത് വല്ലാത്തൊരു സംഭവം തന്നെയാണ് കേട്ടോ. എൻ്റെ അമ്മച്ചി 73 കിലോമീറ്ററായി. ഇനി 27 കിലോമീറ്ററും കൂടെ, 27 അല്ല 28 എങ്ങാണ്ടുണ്ട്. ആ അറ്റം വെച്ച് 28 തോന്നുന്നു. ഇത് ഓണല്ലേ മൈക്ക്? അതെ, കരിമ്പൻ ജ്യൂസ് കുടിക്കാൻ കയറിയതാണ്. അയ്യോ, ഇപ്പോൾ വീണേനെ ഒരു കല്ല്. നല്ല സൂപ്പർ കരിമ്പൻ ജ്യൂസാണ് ഗൈസ്. ഒരെണ്ണത്തിന് 25 രൂപയുള്ളൂ. നമ്മുടെ ആണെങ്കിൽ 40 രൂപയൊക്കെയാണ്. 40-45ഒക്കെയാണ്. ഇത് 25-ന് നല്ല സെറ്റ് ഫ്രഷ് സാധനം. അത് പിന്നെ ഇവിടെ ആണല്ലോ കൃഷിയുള്ളത്. അപ്പോൾ ചേച്ചി നമുക്ക് കുപ്പി വെള്ളം നിറച്ച് തരാമെന്ന് പറഞ്ഞു. കുറച്ചുകൂടി ഇരിക്കാം. ഇതിനൊക്കെ പൊടിക്കാത്താൻ കിടക്കുക, ഫുള്ള് പൊടിയാ. നമ്മളവിടെ നിന്ന് ഇറങ്ങി. ആ ചേച്ചി അവിടെ എന്തൊക്കെ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്നിരുന്ന് 1-1.5 മണിക്കൂർ അവിടെ ഇരുന്ന് ഞങ്ങളവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. എന്നിട്ട് പുള്ളിക്കാരി നമുക്കൊരു കുപ്പിക്കകത്ത് ഇതൊക്കെ ഉണ്ടാക്കി തന്നു. എന്തോ പറയുന്നത്, നാരങ്ങ വെള്ളം ഉണ്ടാക്കി തന്നു. വെള്ളം എടുക്കണം. ഒരു പെട്രോൾ പമ്പ് ഉണ്ട്, വെള്ളം നിറയ്ക്കണം. വെള്ളമൊക്കെ തീർന്നു. അതെങ്ങനെ ചൂട് കാരണം ഒരു രക്ഷയില്ല. നമ്മൾ പമ്പിലിരിക്കുവാണ്, ബാക്കി നടക്കണം. നമ്മുടെ അവിടെ തന്നെ ഇരട്ടി ചൂടുണ്ട് കേട്ടോ വെയിലിന്. നമ്മൾ പമ്പിൽ നിന്നൊക്കെ ഇറങ്ങി വി ആർ ബാക്ക് ടു മരുഭൂമി. ഇടയ്ക്കിടയ്ക്ക് ഓരോ ചെറിയ മരങ്ങൾ കിട്ടും, ബാക്കി ഫുള്ള് ചൂട് തന്നെ. ഇത് കണ്ട് ഇവർ വെള്ളം കെട്ടി നിർത്തിയേക്കുന്നത് ഓരോ ആവശ്യത്തിനൊക്കെ. ഇതിപ്പോൾ ചെറുതായി, ഇവിടുത്തെ വലുതുണ്ട്, ഞാൻ കാണിച്ചു തരാം. ആക്ച്വലി ഈ ഇവിടുത്തെ ചൂടിൻ്റെ കൂടെ ഈ വണ്ടികളുടെ ചൂട് കൂടെ ഉണ്ട്. വണ്ടിയുടെ എല്ലാം കൂടെ കൂട്ടിയിട്ട് ഭയങ്കര ചൂടാണ്. സിനിമാറ്റിക് ഷോട്ട്. ഈ സ്ഥലം കണ്ടോ? ഇവിടെയാണ് ആക്ച്വലി ഈ മൺകുടങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ബാക്കിൽ ആ ചെളിയെ കൂട്ടിയിട്ടേക്കുന്നുണ്ടോ? അതൊക്കെ അതിന് വേണ്ടിയിട്ടുള്ളയാ. ഇത് ഇപ്പോൾ കയറി കാണാൻ സമയമില്ല. ഒരു ചെറിയ ഇൻഡസ്ട്രി പോലെ. എന്നിട്ട് ഇവർ ഇവിടെ തന്നെ വിൽക്കുന്ന സെറ്റപ്പ് ഈ കാണുന്നത് കണ്ടോ? ഇവിടെ മൊത്തം അപ്പുറത്ത് കണ്ടോ? ഇതെല്ലാം അത് തന്നെ. 77 കിലോമീറ്ററായി. ഇപ്പോഴും നമ്മൾ വെയിലത്തോടെ നടക്കുന്നു. ഇപ്പോൾ സമയം 2 മണിയാവാറായി. ഇനി നമുക്ക് പോകാൻ 23 കിലോമീറ്റർ. 6 മണിക്കൂർ കൂട്ടാം. 6 മണിക്കൂർ കൊണ്ട് വരും. ഇപ്പോൾ 2+6 8 മണിയാകുമ്പോൾ നമ്മളിവിടെ എത്തും. പിന്നെ ട്രെയിനൊന്നുമില്ല. എന്തോ ആകുമെന്തോ. 8 മണിയാവും മിക്കവാറും. അവിടെ 8 മണിയാവത്തെ. ഞങ്ങളിപ്പം ഇടയ്ക്ക് വെച്ച് ചായ കുടിക്കാൻ കയറി. ഞാൻ എന്തൊക്കെയോ എടുത്ത് തിന്നു. ഒരു ചായ, ഒരു സുഖിയൻ, ഒരു വെട്ട് കേക്ക്, പിന്നെന്തോ വെട്ട് കേക്ക് പോലൊരു ബോണ്ടയില്ലേ, ആ സാധനം. എൻ്റെ വയറിന് അറിഞ്ഞു. ലഞ്ച് കഴിക്കാൻ സ്ഥലമില്ല. 2 മണിയായില്ലേ, ലഞ്ചായിട്ട് കൂട്ടാം. ഫൈനലി നമ്മൾ ആ ഫ്ലൈ ഓവർ എത്തിയിരിക്കുന്നു. ഈ ഫ്ലൈ ഓവർ എത്തണം നമ്മളൊരു കുറേ നേരം മുമ്പേ വിചാരിക്കുവാണ്. ഇപ്പോഴാണ് ആ ഫ്ലൈ ഓവർ എത്തിയത്. ഉണ്ടോ? കന്യാകുമാരി ലെഫ്റ്റ്, തിരുനെൽവേലി ആൻഡ് മധുരൈ സ്ട്രെയിറ്റ്. നമ്മൾ പോകാൻ വന്നത് ഇങ്ങോട്ട്. ഇപ്പോൾ സിദ്ധാർത്ഥ പോകുന്ന വഴി ലെഫ്റ്റ്. ഇതിൻ്റെ അടിയിൽ കൂടെ കുറച്ച് തണലെങ്കിലും കൊണ്ടുകൊണ്ട് പോവാം. ഇത് എപ്പോൾ തൊട്ട് വിചാരിക്കുന്നു ഇവിടെ എത്തണമെന്ന്. ഇപ്പോഴാണ് എത്തുന്നത്. അയ്യോ, നമ്മൾ ആഗ്രഹിച്ച പോലെ എൻ്റെ തണൽ കിട്ടി. ഫ്ലൈ ഓവറിൻ്റെ തണൽ. എന്ത് ആശ്വാസം ആ വെയിലത്തുനിന്ന് മാറിയപ്പോൾ. പിന്നെ റെസ്റ്റ് എടുക്കുവാണ് ഗൈസ്. ഇതാ മറ്റേ ഈ സാധനം ചാടിയകത്ത് കയറി. ഞാൻ മാത്രം മരുട് ട്രിപ്പുണ്ട്. റെസ്റ്റ് അത് മാത്രം നടക്കുന്നുണ്ട്. നമ്മൾ പിന്നെ റെസ്റ്റ് എടുക്കാൻ നിർത്തി. അനങ്ങിയിട്ടൊന്നുമില്ല. ഇനി 22 കിലോമീറ്റർ ഉണ്ട്. 78 കിലോമീറ്റർ നമ്മൾ പോയി. ഒരു പമ്പിൽ കയറി. ഈ പമ്പിൽ കയറിയപ്പം ഇയാൾ
15 മിനിറ്റ് ഇരിക്കാമെന്നൊക്കെ പറഞ്ഞ്. കുഴപ്പമില്ല, 15 മിനിറ്റ് മതി. കാലിക്കൊന്ന് മസാജ് ചെയ്തിട്ട് പതുക്കെ അങ്ങോട്ട് ഇറങ്ങാം. ഇവിടാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വേദന വരുന്നത്, ഈ കാലിൻ്റെ അടിഭാഗത്ത്. വെയിൽ താന്ന് കേട്ടോ, വെയിൽ താന്ന് വരുന്നുണ്ട്. മറ്റേ ആ നട്ടുച്ച മറ്റേ കടുത്ത വെയിലിപ്പില്ല. അടുത്ത ബോർഡ് കണ്ടിരിക്കുന്നു, കന്യാകുമാരി 21 കിലോമീറ്റർ. അയ്യോ ഗൈസ്, അങ്ങനെ നമ്മൾ 80 കിലോമീറ്റർ ആയിരിക്കുന്നു ഗൈസ്. 80 കിലോമീറ്റർ ഗൈസ്. 80 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കൂ, 4/5 കംപ്ലീറ്റ് ആയിരിക്കുന്നു. ഇനി വെറും 1/5 റിമൈനിങ്. വി ആർ അമേസിങ്. അതെ. ഓ, ഇനി ഒരു 20 കൂടെ പോകണം. കാലൊന്നും വയ്യ. എങ്ങനെയെങ്കിലും 20 കൂടെ പോകണം. അയ്യോ, നമ്മൾ ഏതോ ഒരു ഐസ്ക്രീം കഴിക്കാൻ വന്നേക്കുവാണ്. ആക്ച്വലി ഐസ്ക്രീം കഴിക്കാനല്ല, AC-ക്കകത്ത് ഇരിക്കാനാണ്. മാംഗോ ഐസ്ക്രീം, കിവി. അതെ, ചോക്ലേറ്റ് കോൺ ഇപ്പോൾ വരും. ഗൈസ്, നമുക്ക് ഈ കടയുടെ ഓണർ ആയ ചേട്ടൻ, നിൽക്കുന്ന ചേട്ടൻ നമുക്ക് ഒരു കിടിലെ സാധനം കൊണ്ട് തന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതെന്താ പറഞ്ഞേ? എന്തോ ലെമണും ജിഞ്ചറൊക്കെ ഉണ്ടെന്ന് പറയുന്നത്. പക്ഷേ സൂപ്പർ സാധനം കേട്ടോ. പുള്ളിക്കാരൻ ചുമ്മാ തന്നതാ. നല്ല രസമുണ്ട്, കുടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തൊക്കെയോ ഉണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. കൊള്ളാം, സാധനം കൊള്ളാം, അടിപൊളിയാണ്. പുള്ളി ജസ്റ്റ് നമ്മളിങ്ങനെ പരിചയപ്പെട്ട് യൂട്യൂബ് ചാനലെന്നൊക്കെ പറഞ്ഞ് എന്നിട്ട് ഇങ്ങനെ കൊണ്ടു തന്ന് വെറുതെ സംസാരിച്ച് ഇല്ലേ, അടിപൊളി സാധനം. ഗൈസ്, എനിക്ക് ചേട്ടൻ കൊണ്ടു തന്നത് പുള്ളിക്കാരനാണ് ഈ കടയുടെ ഓണർ. കടയുടെ പേര് ഐസ് പോപ്സ്. എല്ലാവരും പറ്റുന്നവരൊക്കെ വരാൻ നോക്കുക. അടിപൊളി കടയാണ്, ഭയങ്കര അഫോർഡബിളാണ് സംഭവം. എല്ലാം 10 രൂപയ്ക്കൊക്കെ നല്ല ഐസ്ക്രീമൊക്കെ ഉണ്ട്. സൂപ്പറാണ്. ഞങ്ങളിപ്പോൾ കഴിച്ച് റാൻഡുമായിട്ട് കയറിയിട്ട് കഴിച്ച്. ആ കോൺ ഐസ്ക്രീമിന് 25, അത് നല്ല കോൺ. അതെ, 30, 35, 40 ഒക്കെ ആവൂലേ. ഇത് നല്ല സെറ്റ് സാധനം 25 റുപ്പീസ് തൊട്ട്. ഇത് തിരുവനന്തപുരത്തും എല്ലായിടത്തും ഫ്രാഞ്ചൈസ് ഉണ്ടെന്നാണ് കേട്ടെ. പറ്റുന്നവരൊക്കെ പോകാൻ നോക്കുക. കൊള്ളാം, സാധനം കൊള്ളാം. കന്യാകുമാരി 21 കിലോമീറ്റേഴ്സ് ആൻഡ് ലോഡിങ്. ഇതാണ് നമ്മുടെ മെയിൻ നാഗർകോയിൽ ടൗൺ. കണ്ടോ, സെൻറ്റർ, നാഗർകോയിലിൻ്റെ സെൻറ്റർ ടൗൺ. ഗൈസ്, നമ്മൾ നാഗർകോയിൽ തീരാറായിരിക്കുന്നു. നാഗർകോയിലിൻ്റെ ഏകദേശം അവസാന ഘട്ടങ്ങളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അങ്ങോട്ട് നാഗർകോയിലില്ല. അപ്പോൾ നമ്മൾ ഒരു സ്പെഷ്യൽ ഫ്രൂട്ട് മിക്സ് കുടിക്കാൻ വിചാരിച്ചു. സംഭവം ആദ്യം ഒരെണ്ണം പറഞ്ഞു നോക്കി, അടിപൊളിയാണ് കേട്ടോ. അതുകൊണ്ട് പിന്നെയും പറഞ്ഞു, എല്ലാവരും കുടിക്കുവാണ്. കൊള്ളതിനകത്ത് എന്തൊക്കെയോ പഴങ്ങളൊക്കെ ഉണ്ട്, നല്ല രസമുണ്ട്. അടിപൊളിയാണ്. പൈനാപ്പിള് എന്തൊക്കെയോ ഉണ്ട്. സെറ്റാ. 5 മണി ആവാറായിരിക്കുന്നു. 4:47 ആയിട്ടുണ്ട്. ഇനി 16 കിലോമീറ്ററിന് ബാക്കിയുണ്ട്. അതായത് 84.5 കിലോമീറ്റർ നമ്മൾ കവർ ചെയ്തു. ഞാൻ വന്നപ്പോഴല്ലേ ഇത് ക്ലീൻ ആക്കുവാണ്, എന്നിട്ട് ഇത്ര അഴുക്കുണ്ട്. നമ്മൾ പിന്നെ റെസ്റ്റ് എടുക്കാൻ നിർത്തി ഏതോ ഒരു ബസ് സ്റ്റാൻഡിൽ. ഇനിയും 15 കിലോമീറ്റർ പോകാനുണ്ട്. 87 കിലോമീറ്റർ ആയിരിക്കുന്നു. നമ്മൾ നടന്നു വന്ന റോഡ് കണ്ടോ, ഫുള്ള് സ്ട്രെയിറ്റ്, നല്ല രസമായിരുന്നു. അങ്ങ് ഒരു അമ്പലമൊക്കെ കണ്ടോ, ഒരു ഗോപുരം കണ്ടോ, അതൊക്കെ കുറച്ച് ദൂരെയാണ്, കാണാൻ നല്ല രസമായിരുന്നു. ഞാൻ അപ്പോൾ ഒന്നും വീഡിയോ എടുത്തില്ല. അപ്പോൾ സൺസെറ്റ് കുറച്ച് കഴിയുമ്പോൾ വരും. എനിക്ക് തോന്നുന്നു 1/2 മണിക്കൂർ കഴിയുമ്പോൾ സൺസെറ്റ് ആവേണ്ടതാണ്. നമ്മൾ ചായ കുടിക്കാൻ കയറുവാണ് ഗൈസ്. കയറുമല്ല, ഇതായിരിക്കുന്നു. എണീറ്റ് പോയി ചായ പറയാൻ പോലും വയ്യ. അയ്യോ ആ ബോളി. ഓ, ഇതുണ്ടോ, ഇത് നൈസാട്ടോ. ബോളി ഉണ്ടാക്കുന്നു, തമിഴ്നാട് സ്റ്റൈൽ, കന്യാകുമാരി സ്റ്റൈൽ ബോളി. വാവ്, വേറെ എന്തോ ഉള്ളത്, ഭയങ്കര സെറ്റപ്പ് എവിടെയാണല്ലോ. ഐ ലവ് കന്യാകുമാരി. അപ്പുറത്ത് പോയി തണ്ണിമത്തൻ ജ്യൂസ് കുടിക്കാം ഗൈസ്. തണ്ണിമത്തൻ ജ്യൂസ് ഞാൻ അങ്ങോട്ട് പോകാൻ പോകുന്നു. എടാ, അപ്പുറത്ത് തണ്ണിമത്തൻ ജ്യൂസ് കുടിച്ചാലോ? ഇങ്ങോട്ട് വന്നത് ഒരു വളരെ മികച്ച നല്ല ഓപ്ഷനായിരുന്നു. ഇവിടെ കിടക്കാൻ സ്ഥലം കിട്ടി, വന്ന് കിടന്ന്. അയ്യോ, നമ്മുടെ ജ്യൂസ് വരുന്നു. ഓക്കേ, പിടിച്ചോ. അയ്യോ, അതെങ്ങനെയുണ്ട്? നമ്മളാ കടയിൽ നിന്ന് ഇറങ്ങി എല്ലാം ഊരി വെച്ച്, തൊപ്പിയും മറ്റേ സ്കാർഫും
എല്ലാ സാധനം ജസ്റ്റ് ബാഗിൽ കയറ്റി. ഫോൺ കുറച്ച് ചാർജ് ചെയ്ത്. കട നൈസായിരുന്നു കേട്ടോ, ആ ജ്യൂസ് നൈസായിരുന്നു. ഇനി നമുക്ക് പോകേണ്ടത് 12.5 കിലോമീറ്റർ. ഇപ്പോൾ ആയേക്കുന്നത് 87.5 കിലോമീറ്റർ. അത് നോക്ക് ഗൈസ്, സൺ സെറ്റ് ആവുകയാണ് അതിൻ്റെ ബാക്കിൽ, മേഘത്തിൻ്റെ ബാക്കിൽ. എന്ത് രസമുണ്ടല്ലേ. ഓ ഓ, അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ റേസ് വരുന്നുണ്ടോ? കണ്ടോണ്ടിരിക്കണം, പക്ഷെ സമയമില്ല. പതുക്കെ കൊണ്ട് നടക്കാം. ഇതോ അവന്മാരൊക്കെ അവിടെ എത്തി. കൊള്ളാല്ലേ. ഇപ്പം കറക്റ്റ് 89 കിലോമീറ്ററായി. ഇനി ഒരു 11 കിലോമീറ്റർ കൂടെ. അയ്യോ, അന്ന ചെരുപ്പൊക്കെ ഊരി, ഷൂ ഒക്കെ ഊരി. ഷൂ ഊരി ചെരുപ്പിട്ട് ചെരുപ്പ് ഊരി ഇപ്പം എയർ ഫൂട്ടായി. ഓടി ഇവിടം വരെ എത്തി. ഓ, ഈ വ്യൂ നോക്കിയേ. എന്തോ കായലോ, കായലല്ലേ. ആ, കൊള്ളാം. സണ്ണൊക്കെ ഫുള്ള് സെറ്റായി. നമ്മൾ പിന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് അനങ്ങുന്നേ ഇല്ല. നമ്മൾ പിന്നെ എവിടെ നിന്ന് റെസ്റ്റ് എടുത്തു, കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. അങ്ങനെ ഇപ്പോൾ സമയം പിന്നെ 7:30 ആയിരിക്കുന്നു. ഇനിയും ഇപ്പോൾ 10 കിലോമീറ്റർ ഉണ്ട്. സംഭവം നടക്കുന്നുണ്ടല്ലേ, മുടഞ്ഞ് നടക്കുന്നത്. അതാണല്ലോ പ്രശ്നം. ഈ ഉള്ള ലാസ്റ്റ് 10 കിലോമീറ്ററാണ് നമ്മുടെ ഏറ്റവും നിർണായകമായ 10 കിലോമീറ്റർ. ഈ ഷൂവിൻ്റെ ഫസ്റ്റ് ലോങ് റൺ അല്ലെങ്കിൽ ലോങ് യൂസ് ഞാൻ ഇട്ടിട്ട് തന്നെ ഒരു ദിവസം ആയുള്ളായിരുന്നു. ഒറ്റയടി ഇത്ര ലോങ് കൊണ്ടുവന്നേ. എന്തൊരു സംഭവം സെറ്റാ. മറ്റേ ഷൂ ആണോ, അഡിഡാസിൻ്റെ ഷൂ ആണോ ആയിരുന്നെങ്കിൽ തീർന്ന് പോകത്തില്ല. 40-50 അവിടെ നിന്നേനെ. നമ്മളങ്ങനെ 10 കിലോമീറ്ററിന് അകത്തായിരിക്കുന്നു. ഒറ്റ സെഷന് കുറേ നടന്നു. ഇനി 8.5 8.6 അത്ര കിലോമീറ്റർ ബാക്കി പോകാനുള്ളത്. ഓ, കാലൊന്നും വെയ്യ. ഞാനിത് കുറേ നേരം കൊണ്ട് പറയുന്നുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ വെയ്യ. അതെ, ഡെഡ്. നമ്മളിവിടെ വണ്ടി വരത്തില്ലെന്നും പറഞ്ഞ് റോഡിന് നടുക്കിരിക്കുവാണ്. വണ്ടികളെല്ലാം അപ്പുറത്തൂടെ പോകുന്നത്. കുഴപ്പമില്ല, റിഫ്ലക്ടറൊക്കെ ഉണ്ടല്ലോ, കാണുമായിരിക്കും. ഇനി 8.5 കിലോമീറ്റർ കണ്ട്. റെസ്റ്റ് ഈസ് ഓവർ ഗൈസ്. ഇപ്പോൾ എണി ബാക്കി പോവാം. 8.5 കിലോമീറ്റേഴ്സ് റിമൈനിങ് ഗൈസ്. നമ്മൾ കഴിക്കാൻ കയറി. ഇനി 7.4 കിലോമീറ്റർ ഉണ്ട് പോകാനായിട്ട്. ഞാനും ശേഷാദും ദോശ പറഞ്ഞു. അവൻ കഴിച്ച് കഴിഞ്ഞു. കൊള്ളാം കേട്ടോ, ഫുഡ് നല്ല രസമുണ്ട്. കുഞ്ഞു കടയാണെങ്കിലും ഇവർ തന്നെ ഫാമിലി തന്നെ നടത്തുന്നതാണ്. നല്ല രസമുണ്ട്. നമ്മളിപ്പോൾ കഴിച്ച കട ഒരു രക്ഷയില്ല. അവർ കടലക്കറി വരെ ഫ്രീ ആയിട്ടാണ് തരുന്നത്. എല്ലാത്തിനും 10 രൂപ. ദോശയ്ക്ക് 10 രൂപ, പുളിസയ്ക്ക് 10 രൂപ, അപ്പത്തിന് 10 രൂപ. പക്ഷേ സംഭവം ഭയങ്കര വെറുത്താണ്. നല്ല ടേസ്റ്റും ഉണ്ട്, അടിപൊളിയാണ്. അതെ, മസ്റ്റ് ട്രൈ. കടയുടെ പേരും കടയുടെ ലൊക്കേഷൻ ഞാൻ കാണിച്ചു തരാം. ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ ഈ കന്യാകുമാരി എത്താറാവുന്നതിന് ഒരു 5 കിലോമീറ്റർ മുന്നേ നമ്മൾ പോകുന്ന വഴിക്കാണുള്ളത്. നമ്മൾ പിന്നെ റെസ്റ്റ് എടുക്കാൻ നിർത്തി. ഇനി 6 കിലോമീറ്റർ. ആക്ച്വലി നമ്മളിവിടെ ഇതിനു മുമ്പ് നിർത്തിയിട്ടുണ്ട്. ഞാൻ ആ സൈക്കിൾ വെട്ടി തിരിച്ചു വരുന്ന വഴിക്ക് ആ വീടിലൂടെ തന്നെ നിർത്തിയത് ഫസ്റ്റ്. ഈ കാലിന് ഇങ്ങനെ പൊക്കാൻ വയ്യ. ഇപ്പം ഞാൻ ഇങ്ങനെ പൊക്കിയിട്ടാണ് ഇങ്ങോട്ട് വെക്കുന്നത്. അയ്യോ, ഇപ്പം നടക്കാനേ വയ്യ. ഈ ഇരുന്നിട്ട് എണീക്കുമ്പം പ്രശ്നമാവുമെന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴാണ് ആ സംഭവം വന്നു തുടങ്ങി. ഉറക്കം വന്നിട്ട് വയ്യ. നമ്മൾ കുറേ സ്ഥലത്ത് നിർത്തി കേട്ടോ. ഞാൻ ഇനി വീഡിയോ എടുക്കാൻ വയ്യാതുകൊണ്ട് പലതും ഞാൻ എടുത്തില്ല. ബസ് സ്റ്റാൻഡിലൊക്കെ കുറേ സ്ഥലത്ത് നിർത്തി. എനിക്ക് തോന്നുന്നു വീഡിയോ എടുക്കാത്ത ഒരു 3-4 സ്ഥലത്ത് നമ്മൾ നിർത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് അതെല്ലാം ബസ് സ്റ്റാൻഡായിരുന്നു. ഒരു കമ്പിയുള്ള ബസ് സ്റ്റാൻഡ്, പിന്നെ ബാക്കിയുള്ളതൊക്കെ സിമെൻറ്റ് മറ്റുള്ള ബസ് സ്റ്റാൻഡ്. എന്തായാലും ഇപ്പോൾ ആ ജംഗ്ഷൻ എത്തി. ഇതാണ് ആ ജംഗ്ഷൻ. ഓ, ഇതെന്ത് കൊടിമരോ. ഇനി ഇതിലേക്കൂടെ ഒരു 3-3.5 കിലോമീറ്റർ കണ്ടുണ്ട്. അയ്യോ, ഇനി 2.5 കിലോമീറ്ററും ഉണ്ട്. ഓ, ആ ജംഗ്ഷനൊക്കെ കഴിഞ്ഞ് ഇവിടെ എത്തിയതേ ഉള്ളൂ. പിന്നെയല്ലേ അവിടെ പോയി ഇരുന്ന് കുത്തിറിയുന്ന റെസ്റ്റ് എടുത്ത്. ഈ 2.5 കിലോമീറ്റർ എന്നൊക്കെ പറയുമ്പോൾ സാധാരണ സമയത്ത് നമുക്ക് തോന്നും വളരെ കുറവാണ്. പക്ഷേ നമുക്കിപ്പം ഓരോ 400 മീറ്ററും ഓരോ 100 മീറ്ററും നമ്മൾ വാല്യൂ ചെയ്യുന്നു. അത്ര വലുതാണ്. അയ്യോ ഗൈസ്, ഫൈനലി നമ്മൾ ആ ജംഗ്ഷനിൽ നിന്ന് നടന്ന് കന്യാകുമാരി എത്തിയിരിക്കുന്നു. വെൽക്കം ടു കന്യാകുമാരി. യെസ്,
യെസ് അതെ വെൽക്കം ടു കന്യാകുമാരി. അയ്യോ ഈ കാണുന്നതൊക്കെയാണ് നമ്മുടെ എന്തൊരു സ്ഥലത്തിൻ്റെ പേര്? കന്യാകുമാരി ടൗൺ, മെയിൻ ടൗൺ. അതിൻ്റെ കുറച്ച് ബാക്ക് റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. പിന്നെ നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നത് അവിടെയാണ് നമ്മുടെ മെയിൻ വ്യൂ പോയിന്റ്. നമുക്ക് പറ്റുന്നത്രയും പെട്ടെന്ന് അങ്ങോട്ട് പോയിട്ട് പറ്റുന്നത്രയും പെട്ടെന്ന് പോകാൻ പറ്റൂലേ. മുടന്തി നമുക്ക് പോകാൻ പറ്റും. കാല് വയ്യ. കാലിൻ്റെ അടിഭാഗം, നമ്മുടെ അടിഭാഗമാണ് ഏറ്റവും വേദന എടുക്കുന്നത്. അതിന് മുകളിൽ കൂടെ കാലെടുത്ത് വെക്കാൻ പോലും വയ്യ. സാധാരണ ഭയങ്കര തിരക്കാണ്. ഇതിപ്പോൾ രാത്രി 12 മണിയോ 1 മണിയോ അങ്ങോട്ടായതുകൊണ്ടാണ്, 12:30 ആയതുകൊണ്ട് അത്രയും തിരക്ക് കുറവ്. സാധാരണ മൊത്തം ആൾക്കാരാട്ടോ ഇവിടെ. അത് ആദ്യമായിട്ടായിരിക്കും ഒരാൾ ആദ്യമായിട്ട് കന്യാകുമാരി നടന്നിട്ട് വരുന്നത് ഇവനായിരിക്കും ചിലപ്പോൾ. കണ്ട മോനെ, ആ കാണുന്നൊരു അമ്പലമാണ്, ആ മതിൽ കാണുന്നത്, ആ ലെഫ്റ്റ് കാണുന്നത്. കടൽ കണ്ടോ ഗായ്സ്. അപ്പോൾ ഫൈനലി നമ്മളിതാ കന്യാകുമാരി എത്തിയിരിക്കുന്നു. ഇതാ കന്യാകുമാരിയുടെ ഏറ്റവും അറ്റത്തെ സ്ഥലം. ഇവിടാണ് ത്രിവേണി സംഗമം. ഈ കടലും ഇപ്പുറത്തെ കടലും അതിൻ്റെ ഇപ്പുറത്തെ കടലോട് ചേരുന്ന സ്ഥലം. 3 കടൽ. ഇതിൻ്റെ കടലിൻ്റെ പേരൊക്കെ ഉണ്ട്. മറ്റേ ഇന്ത്യൻ ഓഷ്യൻ, ബേ ഓഫ് ബംഗാൾ, അറേബ്യൻ സീ. അത് ഏതൊക്കെ ഓർഡറിലാണ്. എന്തായാലും സംഭവം നമ്മൾ എത്തി ഗായ്സ്. സീറ്റിയിൽ നിന്നും ശ്രീകാര്യത്തിൽ നിന്നും കന്യാകുമാരി വരെ നമ്മൾ നടന്നു. മൊത്തം 100 കൂടുതൽ കിലോമീറ്റർ. നടന്നതിനെ പറ്റി പറയേണ്ട, കാലൊന്നും വെയ്യ. കാലുണ്ടെന്ന് അറിയുന്നില്ല. പാദമൊക്കെ ഇങ്ങനെ മരവിച്ചിരിക്കുക. കുന്തം പറ. കാലിൻ്റെ ഇനി ആവശ്യമില്ല, ഉപ്പിലിടാം നമുക്ക്. കാലിന് ഒന്നിനും കൊള്ളും തോന്നുന്നില്ല. അതെ പറ എക്സ്പീരിയൻസ്. എന്നെ ഒരു ഓലക്കീറും വെള്ളത്തുണി എടുത്ത് മൂടിയേക്ക്. നീ പറ. ഞാൻ പകുതിയിൽ വെച്ച ചത്തതായിരുന്നു. ഇപ്പം ഇച്ചിരി ജീവൻ വെച്ചു. ഓക്കെ ഗൈസ്, സംഭവം ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സത്യം പറയല്ല, കഷ്ടപ്പെട്ടു പോയി. ഇത് ഇത്രയും പാടായിരിക്കും ഞങ്ങൾ വിചാരിച്ചില്ല. ആദ്യം ഇവൻ്റെ ഐഡിയ ആയിരുന്നു, ശ്രീകാരൻ്റെ ഐഡിയ ആയിരുന്നു. അപ്പം ഓക്കെ, ഐഡിയ കേട്ടപ്പം ഞാൻ പാടായിരിക്കുമെന്ന് പറഞ്ഞു അപ്പോഴേ. പക്ഷെ ഇത്രയും പാടായിരിക്കും ഞാൻ വിചാരിച്ചില്ല. ഓരോ സ്റ്റെപ്പ് നമ്മൾ വെച്ച അവസ്ഥ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്, ഓരോ കാലും. എന്തായാലും എത്തിയതിൽ വളരെയധികം സന്തോഷം. ഫുള്ള് നമ്മൾ നടന്ന് ഓരോ കിലോമീറ്ററും എണ്ണി തീർത്ത് നമ്മളിവിടെ എത്തി. ഫൈനലി ഞാൻ തിരിച്ച് ഹോസ്റ്റലിലെത്തി ഗൈസ്. അമ്മോ, സംഭവം വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാനിത് ആരും ചെയ്യാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്യൂല. സംഭവം ചത്ത് കാലയ്ക്കൊരു പരുവാവും. എന്തായാലും സംഭവം അടിപൊളിയാണ്. വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ്. അതും ഇനി ദേഹത്ത് മൊത്തം അഴുക്കാം. തുണിയൊക്കെ കഴിവണം. ഭയങ്കര ഉടുപ്പിലെല്ലാം തറ നമ്മൾ വെറുതെ അഴുക്കിലെല്ലാം കിടക്കുമല്ലായിരുന്നോ, കിടന്ന് പിന്നെ ആ പൊടിയും പുകയെല്ലാം അടിച്ച് ഇതൊക്കെ കഴിവണം. ഒന്ന് കുളിക്കണം, പിന്നെ ഉറങ്ങണം. ഉറങ്ങിയിട്ട് എന്തായി, കുറേ നേരം ഉറങ്ങിയിട്ട് 30 മണിക്കൂർ കൂടുതലേ ഉറങ്ങിയിട്ട്. ഇതെല്ലാം ചെയ്യണം. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞ പോലെ ഇതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഇതുപോലത്തെ ഇനി അഡ്വഞ്ചർ വീഡിയോ കാണുന്നവരെ, അല്ലെങ്കിൽ വേറൊരു കുത്തിക്കഴപ്പ് കാണിക്കുന്നവരെ, ബൈ.